എന്റെ കുഞ്ഞ് ചെയ്യത്തില്ല. ഞാനും കൂടെ ഒറ്റയ്ക്കായോണ്ട് എന്നെ ഇട്ടിട്ട് പോകും. പകുതിയിലൊരു മുക്കാൽ ഭാഗത്തോളം ക്ലോസ് ചെയ്തേക്കുന്ന ഡോറ് നമ്മൾ നോക്ക് ചെയ്ത് തുറന്നു. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇതാണ് ഷഹന, 31 വയസ്സ്. ഭർത്താവുണ്ട്, ഒരു മകളുണ്ട്. പക്ഷെ ഭർത്താവിനോട് പകന്ന് കഴിയാണ്. കഴിഞ്ഞ ദിവസം ഷഹനയെ മരിച്ച നിലയിലാണ് വീട്ടിൽ കാണപ്പെട്ടത്. ആ വീട്ടിൽ നിന്ന് ബഹളം കേട്ടിട്ട് അവിടുത്തെ കൗൺസിലർ അടക്കം ഓടിച്ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് വീടിൻ്റെ പരിസരം, വീടിൻ്റെ ഉള്ളിലെ ചില ഭാഗങ്ങളൊക്കെ രക്തമുണ്ട്. റൂമിൻ്റെ ഉള്ളിൽ ഒരാളുണ്ട്. അതുവരെ ഭർത്താവല്ല, വരെ ആൺസുഹൃത്താണ്. ഈ ആൺസുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. എങ്ങനെയാണ് യുവതി മരണപ്പെട്ടത് അന്വേഷണത്തിലാണ്. ആ പാവം ഉമ്മ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല. എൻ്റെ മകൾ തൻ്റെ ഇടത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരാളാണ്. ഈ ഒരു വീട്ടിലാണ് ആ ഒരു മകൾ ഷഹന കഴിഞ്ഞിരുന്നത്. പക്ഷെ എൻ്റെ മകളെ അവൻ ഇല്ലാതാക്കിയതാണ്. ആര്? ഈ ഒരു കൂടെ ഉണ്ടായിരുന്ന ആൺസുഹൃത്ത് ഇല്ലാതാ. ഈ ഉമ്മയുടെ വാക്കുകളൊന്ന് കേട്ടോക്ക്. ഇവിടുന്ന് വന്ന് 10 മിനിറ്റ് പോലും ആയില്ല. വന്ന് മോനെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് വന്ന വരവിന് അവൻ പുറകെ വന്ന് ചെയ്തതാ. അവൻ തന്നെ ചെയ്ത. എൻ്റെ കൊച്ചു ചെയ്യത്തില്ല. ഈ വീട് വെച്ച് അവള് ചുമഞ്ഞ് താമസിച്ചിട്ടില്ല. അവൻ എൻ്റെ കുഞ്ഞ് ചെയ്യത്തില്ല. ഞാനും കൂടെ ഒറ്റയ്ക്കായോണ്ട് എന്നെ ഇട്ടിട്ട് പോകത്തില്ല. എൻ്റെ ഇല്ല, എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ തീർത്തു. പത്തനംതിട്ട അടൂരിലാണ് ഈ ഒരു നാടിന് നടക്കുന്ന സംഭവം ഉണ്ടായത്. ഒരുപാട് പേര് ഭർത്താവിനോട് അകന്ന് കഴിയുന്നവരും ഭർത്താവിൻ്റെ കൂടെ കഴിയുന്നവരും ഭർത്താവിനെ വേണ്ട, ഭാര്യനെ വേണ്ട എന്ന് പറഞ്ഞു കഴിയുന്നവരുണ്ട്. പക്ഷേ വഴിവിട്ടൊരു ജീവിതം നമുക്കൊരിക്കലും മനസ്സമാധാനം നൽകില്ല. ഈ ഒരു പിടികൂടിയ ഒരാളുണ്ടല്ലോ, 34 വയസ്സുള്ള അരുൺ ശ്രീകുട്ടൻ. എൻ്റെ പൊന്നു സുഹൃത്ത്, എനിക്ക് എന്ത് നേട്ടം എനിക്ക് നേടാൻ കഴിയും? ഞാൻ മനസ്സിലാക്കുന്നത് അവനെതിൽ എന്തോ ഒരു പങ്കുണ്ട്. ഇപ്പോൾ ഇവള് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞ് കോടതിയിൽ കേസുണ്ട്. അത് അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകുന്ന ഒരു കുഞ്ഞുണ്ട്. ഇവള് തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ ചെയ്ത് കാണിക്കേണ്ടത് എന്താണ്? ജീവിച്ച് കാണിക്കേണ്ടതാ. പിന്നെ ഒരു കാര്യങ്ങൾ കേട്ടോ, നമ്മുടെ കയ്യിൽ ധാർമ്മികതയുടെ ഒരു പിൻബലമില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ലൈഫിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. നമുക്ക് മതം വേണ്ട, ജാതിയും വേണ്ട, കൂട്ടക്കാരും വേണ്ട, ധാർമ്മികതയും വേണ്ട. ഈ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ കയ്യടിക്കാനൊരു പക്ഷേ 100 പേരുണ്ടാവും. പക്ഷെ ലൈഫിലൊരു സാധനമുണ്ട്, അനുഗ്രഹം എന്ന് പറയുന്നൊരു സാധനം. അതായത് അത് നമുക്ക് ദൈവികമായിട്ട് കിട്ടുന്ന ഒന്നാണ്. അത് മാതാപിതാക്കളുടെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയും. അറബിയിൽ ബറക്കത്ത് എന്ന് പറയും. അതില്ലേ ഇതുപോലത്തെ അവസ്ഥകൾ? ഇത് എത്ര പാഠങ്ങളുണ്ടെങ്കിലും ഇനിയും പഠിക്കൂലല്ലോ. ഭർത്താവിനെയും വിട്ടിട്ട് വേറെ ആരുടെയും കൂടെ ജീവിക്കുമ്പോൾ കരുതുന്നത് എനിക്കെന്തോ നേട്ടങ്ങൾ നേടിയതാണ്. കാരണം ഭർത്താവിൽ നിന്ന് കിട്ടാത്തൊരു മനസ്സമാധാനം ഈ സുഹൃത്തിൻ്റെയൊക്കെ നിന്ന് കിട്ടുകയാണ്. ഭാര്യയിൽ നിന്ന് കിട്ടാത്തൊരു മനസ്സമാധാനം കാമുകിൽ നിന്ന് കിട്ടുകയാണ്. എത്ര നാൾ വരെ ഇത് കൊണ്ടു നടക്കും? ഇത് കൊണ്ട് നടന്ന് നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത, ഇനിയിപ്പോൾ ഈ ഒരു വാർത്ത പാഠമാണോ? അള്ളാഹു ആ പെൺകുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. ഇതിപ്പോൾ സപ്പോസ് നമ്മളൊന്ന് ചിന്തിക്കാം. ഈ ഒരു ഷഹനക്ക് പകരം ഇതൊരു വേറൊരു മതത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ്, ഇപ്പുറത്തൊരു മുസ്ലിമിനെയാണ് പിടിച്ചതെങ്കിൽ കാസ ടീം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഞങ്ങളുടെ മതത്തിലുള്ള പെൺകുട്ടികളെ കാക്കമാർ ഇങ്ങനെ റാഞ്ചി കൊണ്ടുപോയിട്ട് ജീവൻ അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇതിപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ട് അത്തരത്തിലൊരു ചർച്ചകളൊന്നും വരില്ല. അങ്ങനത്തെ ഒരു മതപരമായ ചർച്ചയോട് നമുക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു മതത്തിൻ്റെ കണ്ണു കൊടുക്കും. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പെൺകുട്ടി, ഹരിപ്പാടുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു കൊലപാതകം നടന്നു. അതൊരു കൊലപാതകമാണ് കറക്റ്റായിട്ട്. പക്ഷേ അത് അപ്പോഴേക്കൊരു മതപരിവർത്തനം, ലവ് ജിഹാദും, അതൊരു പ്രണയക്കൊലയാണ്. 12 പേര് പ്രണയിച്ചവരാണ്, ഒരേ ഇതിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളാണ്. പക്ഷേ ഒടുവിൽ കൊല്ലപ്പെട്ടപ്പോൾ അതെന്തായി? അതിനൊരു മതപരിവേഷം കൊടുത്തു. അപ്പോൾ അത് കാസ ടീം സന്ദർശിച്ചു, അതിനെ മുസ്ലിങ്ങളുടെ സുഡാപ്പിയാക്കി, ഇങ്ങനെയൊക്കെ അത് ചിത്രീകരിക്കും. ഇതിപ്പോൾ ഇപ്പുറത്തായതുകൊണ്ട് ആ പ്രശ്നമില്ല. ഭർത്താവിൽ നിന്നാണെങ്കിലും ഭാര്യയിൽ നിന്നാണെങ്കിലും കിട്ടാത്തൊരു സുഖം നിങ്ങൾക്കൊരു സുഹൃത്ത് തരുന്നുണ്ടെങ്കിൽ ആ സുഹൃത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ ശരീരമാണെന്ന് നിങ്ങൾ ഓർക്കുക. അതൊരിക്കലും നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും സന്തോഷവും നൽകില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് ഈ കുട്ടികൾക്ക് മനസ്സിലാവില്ല. ഈ പാവം ഷഹന തൻ്റെ ഇടത്തോടു കൂടി ജീവിക്കാനാണ് ഭർത്താവിൽ നിന്നൊക്കെ അകന്നിട്ട് ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഒരു മനസ്സമാധാനമൊന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ കുഞ്ഞിനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചത്. പിന്നെ എന്തൊരിക്കും അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഒരു ഈ രക്തമൊക്കെ കാണുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരുണ്ട്? ഇവൻ്റെ ഒരു കൈ ഉണ്ടാവും. ലേഡി കുറച്ച് പരിഭ്രാന്തമായിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 5 മിനിറ്റിനുള്ളിൽ എനിക്ക് എത്താവുന്ന ദൂരത്തുണ്ടായിരുന്നു. 5 മിനിറ്റിനുള്ളിൽ എത്തിയതിന് ശേഷം ഡോറ് പകുതി ക്ലോസ് ചെയ്തേക്കുമായിരുന്നു. പകുതിയിലൊരു മുക്കാൽ ഭാഗത്തോളം ക്ലോസ് ചെയ്തേക്കുന്ന ഡോറ് നമ്മൾ നോക്ക് ചെയ്ത് തുറന്നപ്പോൾ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവുണ്ട്. ശേഷം നമ്മൾ ആളോട് ചോദിച്ചു എന്താണ് കാര്യം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അയാൾ പരിഭ്രാന്തനായിട്ട് നിൽക്കുവാണ്. തുടർന്ന് SHO അറിയിച്ചു. SHO ഉടൻ തന്നെ പോലീസ് പാർട്ടിയെ വിട്ടു. പോലീസ് പാർട്ടി അന്നേരം തന്നെ ഈ ആളെ കസ്റ്റഡിയിലെടുത്തു.
ആണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നീട് പോലീസ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിനുള്ളിൽ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉയർത്തുന്ന ബ്ലഡ് സ്റ്റെയിൻ കണ്ടിട്ടുണ്ട്. അപ്പം ബ്ലഡ് സ്റ്റെയിനകത്ത് ഈ രക്തം ഈ ബോഡിയുടെ തൊട്ട് താഴെ തളം കെട്ടി നിൽക്കുന്നതായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്തേക്ക് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടുവന്നതായിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും അവൻ്റെ മാനസിക പീഡനം അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ചെയ്തതിൻ്റെ എല്ലാം നഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു തോന്നലാണ് ഇത് അവസാനിപ്പിച്ച് കളയാം. ആ ഉമ്മയുടെ കരച്ചിൽ കണ്ടോ, അവൾക്ക് ജീവനോടുകൂടി ഉണ്ടെങ്കിൽ അവൾ ഓർക്കുക, അവസാനം കരയാൻ ആരേ ഉണ്ടാവുള്ളൂ? ജന്മം നൽകിയ മാതാവേ ഉണ്ടാവുള്ളൂ, പ്രിയപ്പെട്ടവരെ ഉണ്ടാവുള്ളൂ. കൈയടിക്കുന്ന എങ്ങനെയെങ്കിലും ഡിവോഴ്സ് വാങ്ങിയിട്ട് വലിയ ആളായിട്ട് വലിയ പുരോഗമനക്കാരിയാണെന്ന് പറയുന്ന ആളുകളൊന്നും അവസാനം ഉണ്ടാവില്ല. ഇത് മനസ്സിലാകാത്തൊരു ടീമായിപ്പോയി ഇപ്പോഴത്തെ പെൺകുട്ടികൾ. എത്ര വാർത്തകളാണ് നമ്മളങ്ങനെ കേൾക്കുന്നത്. ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല, സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ ജീവിച്ചോളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ ചെയ്യുക, നമ്മുടെ ജീവൻ എന്നുള്ളത് നമ്മൾക്ക് എന്താണ് ഏറ്റവും മൂല്യം. ആ ഒരു കുഞ്ഞ് പാവം, ആ ഒരു കുഞ്ഞ് എത്ര സങ്കടപ്പെടുന്നുണ്ടാകും അതിൻ്റെ മാതാവിനെ കുറിച്ച് ഓർത്തിട്ട്. പോലീസ് പറയുന്നത് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരട്ടെ, വന്നതിന് ശേഷം തീരുമാനിക്കാം, മുൻകൂട്ടി തീരുമാനിക്കാനൊന്നും പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഉമ്മ പറയണത് ഇത് അവൻ എന്തോ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അവനവൻ്റെ മക്കള് ഒരു ആൺസുഹൃത്തിൻ്റെ കൂടെ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ട് കേട്ടോ. അതിന് ലിവിങ് ടുഗദർ ആയിട്ടോ നമ്മൾ എന്ത് പേരിട്ട് വിളിച്ചാലും, എനിക്കറിയാവുന്നൊരു സ്ത്രീ ഉണ്ട്. ആ സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തൊരു സ്ത്രീയാണ്, റാഹത്തായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്. ഒരാളുമായിട്ട് പ്രണയത്തിലായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അവൻ വേറൊരാളുടെ ഭർത്താവാണ്, അവന് വേറൊരുത്തിയുടെ ഭർത്താവാണ്. ഇപ്പോൾ ആ ഒരു ഭർത്താവിനെയും ഭാര്യനെയും തെറ്റിച്ചിട്ട് അയാൾ തൻ്റെ സ്വന്തമാക്കണം എന്നുള്ളതാണ് ആ ഒരു യുവതിയുടെ ആഗ്രഹം. ഇത് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു കേസാണ്. അതിനെന്തെങ്കിലും മാർഗങ്ങളുണ്ടോന്ന് ഞാൻ പറഞ്ഞ പൊന്നു സുഹൃത്തെ, ഒരു സ്ത്രീയുടെ കണ്ണീര് കുടിപ്പിച്ചിട്ട് നിങ്ങൾ നേടിയെടുക്കണ ഒരു സന്തോഷം എത്ര കാലം നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്നു വെച്ച്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട്, ഒരുപാട് ആശ്വാസങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവൾ അംഗീകരിക്കുമെങ്കിൽ ഞാൻ രണ്ടാം ഭാര്യ അവൻ തയ്യാറാണ്. പക്ഷെ അവൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ലൈഫ് തകർന്ന ഒരാളാണ്, നിങ്ങൾക്കാണ് ഈ സാഹചര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കോ? അതൊരിക്കലും ഇല്ല. അവർ മിണ്ടാട്ടം മുട്ടി, അവർ പോയി. അപ്പോൾ ഇങ്ങനെ ഇതിനൊരു മൊറാലിറ്റി പോലും ആളുകൾ ആരും സൂക്ഷിക്കൂലല്ലോ. ഇനി ഇത്തരം വാർത്തകൾ നമ്മൾ ഇനി കണ്ടാൽ ഇതുപോലെ ജീവിക്കുന്ന ആളുകൾക്ക് പാടാവും നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരു പാടുമില്ല. എല്ലാവർക്കും വേണ്ടത് അവനവൻ്റെ സുഖം. ഒരു പുരുഷനാവട്ടെ ഒരു സ്ത്രീ ആവട്ടെ, ഭാര്യയെ വിട്ട് തൻ്റെ പങ്കാളിയെ വിട്ടൊരു സൗഹൃദം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം തുടക്കത്തിലൊക്കെ നല്ല കെയറിങ്, തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ പിന്നെ അത് ശരീരത്തിലേക്ക് വരാൻ തുടങ്ങും. ഇഷ്ടംപോലെ വിവാഹിതരായ ആളുകൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ പോയി ചാടുന്നുണ്ട്. ബോധപൂർവ്വം ചാടുന്നതാണെന്ന് വെച്ചാൽ ഒരു സൗഹൃദം, ഒരു മനസ്സമാധാനം, ഇതൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടാവുക. പക്ഷെ ആ മനസ്സമാധാനം, ആ സൗഹൃദമൊക്കെ പിന്നീട് എന്തായിട്ട് മാറും? അവനവൻ്റെ ലൈഫിൻ്റെ കാലനായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഷഹന നല്ലൊരു പേര്, കാണാൻ ഭംഗിയിട്ട് നല്ല സന്തോഷമായിട്ട് ജീവിക്കേണ്ട ആള്. പക്ഷേ മനസ്സമാധാനം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ആ ഉമ്മ പറയുന്നത് പോലെ ഇതിവനെ അപായപ്പെടുത്തിയതാണോ? അപായപ്പെടുത്തിയതാണെങ്കിൽ കൃത്യമായിട്ട് അന്വേഷണം വേണം. ഇനി ഇങ്ങനെ എത്ര ശ്രീകുട്ടന്മാർ വന്നിട്ട് സ്നേഹം കാണിച്ചാലും ഇനി ഈ കൗമിലെ കുട്ടികൾ പഠിക്കില്ല. അവർക്ക് വേണ്ടത് എന്താണ്? അവർക്ക് ഈ ശാരീരികമായ സുഖങ്ങളെ വേണ്ടുള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ ചർച്ചകൾ കാണുമ്പോൾ തല താഴ്ത്തി പോവാണ്. ഇനിയും പഠിക്കാത്ത ജന്മങ്ങൾ. ഈ അടുത്തതുപോലെ വേറൊരു സ്ത്രീയുടെ എന്താ പറയുക, വേറൊരു കാമുകൻ്റെ കൂടെ പോയൊരു സ്ത്രീ സഹികെട്ടിട്ട് ആ ഭർത്താവ് ആ ഭാര്യനെ ഇല്ലാതാക്കി, തീർത്ത് കളഞ്ഞു. എന്നിട്ട് ആ ഭർത്താവ് മുങ്ങിയിട്ട് പിന്നീട് അയാളും ജീവൻ അവസാനിപ്പിച്ചു. ഈ അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്താ കാരണം? ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണ്. എവിടെ നോക്കിയാലും ഈ ഒരു വാർത്തയാണ്. ഏത് കേസിൽ, അത് പണക്കാരനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ, ഈ ഒരു മൊബൈലിലൂടെ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ അത് പിന്നീട് എന്ത് ചെയ്യുക? അമിതമായ സ്വാതന്ത്ര്യം വീട്ടിൽ കൊടുക്കുക, എന്നിട്ടത് ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. എന്തായാലും അള്ളാഹു കാക്കട്ടെ. അവനവൻ്റെ ലൈഫ് സന്തോഷമാക്കാൻ ശ്രമിക്കുക, അത് ധാർമ്മികതയിലൂടെ കണ്ടെത്തുക. അത് എനിക്ക് പറയാനുള്ളൂ.